അപ്പോൾ നമ്മളെ ഗേറ്റ് ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മളിനി ഇവിടെ ഒരു ഓവുചാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു ഗ്രേറ്റിങ്സും കൂടി ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്യുന്നുള്ളത് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് വലിപ്പം കൂടിയതുകൊണ്ട് 2 പീസാക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭാവിയിൽ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് വെച്ചേക്ക്. ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 4.5 മീറ്ററാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമുക്ക് ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ 5 മീറ്ററോളം നീളം ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയോ പില്ലറിൻ്റെ കാരണം പിന്നെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് 2 പീസാക്കിയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. സാധാരണ ലാറ്ററൈറ്റ് സ്റ്റോൺ, അതായത് നമ്മളെ നാടൻ കല്ല് കൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. അത് നല്ല ഇതിൽ സ്ട്രോങ് ആയിട്ട് ഗ്രൗട്ടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ നമ്മുടെ ആംഗിൾ വെച്ചിട്ട് ചെയ്യേണ്ട ആംഗിളിൻ്റെ തിക്നെസ് താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഇത് ലെവലിൽ കിട്ടുന്ന കണ്ടീഷനിൽ താഴോട്ടേക്ക് ഇറക്കിയിട്ടാണ് പ്ലാസ്റ്റിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ലെവലിൽ കിട്ടും. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ആംഗിൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് ഒറ്റ പീസിന് മുറിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് ഒരിക്കലും മാറിപ്പോല. പീസീസ് ആക്കിയാലും കുഴപ്പമൊന്നും വരില്ല, എന്നാലും നമ്മൾ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ മുറിക്കുന്ന സമയത്തില്ല, നമ്മുടെ സാധാരണ ബ്ലേഡ് പൊട്ടിയിട്ടുള്ളൊരു പ്രശ്നം വരെയുണ്ട്. അതെന്താ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മുറിക്കാൻ നോക്കിയാലും, അതുപോലെ തന്നെ ഇത് നമ്മൾ നേരെ തിരിച്ചു വെച്ച് വി പോലെ വെച്ചിട്ട് മുറിക്കാൻ നോക്കിയാലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ബ്ലേഡ് പൊട്ടാണ്ട് കട്ടിയാണെങ്കിൽ ഇത് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് നമ്മൾ ഏത് മെഷീൻ ഉപയോഗിച്ചാലും, ഇപ്പോൾ വലിയ കട്ടർ ഉപയോഗിച്ചിട്ട് 14 ഇഞ്ചിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്താലും, അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ കട്ട് ഓഫ് ഫീൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് പൊട്ടുകയും ചെയ്യില്ല, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും, ഒരേ ലെവലിൽ മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ നേരെ തിരിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് കട്ടിങ്ങിൻ്റെ സമയത്ത് ബ്ലേഡ് ഇറങ്ങാത്തൊരു പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇലക്ട്രിക്കലിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഒരു പൈപ്പ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഇഞ്ച് 4 ഇഞ്ച് MS ആംഗിൾ ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിന് അപ്പോക്സി കൂടി ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല, നമ്മൾ തുരുമ്പുടിക്കും എന്നുള്ള പേടി വേണ്ട. ഇത് ആംഗിൾ ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, പൈപ്പ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇത്രയും നീളത്തിലുള്ള പൈപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് എത്ര നല്ല പൈപ്പ് ഉപയോഗിച്ചാലും അത് പിഞ്ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം MS വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഉപകാരമാണ്. താഴോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യില്ല, അത് ഈ ഭാഗം പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. ഇതിലേക്കൂടി വെള്ളം ഔട്ടാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റിങ്സ് ആക്കിയിട്ടില്ലെങ്കിൽ ആൾക്കാർ കാല് താഴോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിലാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലെടുത്തിട്ട് ഈ ആംഗിളിലേക്ക് ചരിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇത് ഇതേപോലെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ടൈൽസിൻ്റെ പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടൈൽസിൻ്റെ പീസിൻ്റെ ഗ്യാപ്പ് കീപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എടുക്കാനും പിന്നീട് ഇടാൻ വേണ്ടി പറ്റും. ഇത് 3 ഇഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടി ഇളകുന്ന പ്രശ്നവും വരില്ല. നമ്മൾ അതേ സമയത്ത് ഇത് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ചെറിയ പിടുത്തമായി പോകും. അപ്പോൾ ഈ കല്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടി ഇളകാൻ സാധ്യതയുണ്ട്. കോൺക്രീറ്റ് ആകുമ്പോൾ പ്രശ്നം വരില്ല. ഒരേ തിക്നെസ്സുള്ള ടൈല് 2 എൻഡിലും വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അളവെടുക്കുക. അപ്പോൾ ചെറിയ അളവിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട്, സാധ്യതയില്ല, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, കല്ലുകൊണ്ട് കെട്ടുന്നതല്ലേ. ഇപ്പുറത്തെ എൻഡിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് അളവ് തന്നെയാണ്, 11.4 ഇഞ്ചിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നീളം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് ഈ പൈപ്പ് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും താഴ്ത്തി വെച്ചിട്ട് ഈ ഭാഗം വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങേ എൻഡിലും ഓരോന്ന് വെച്ചതിന് ശേഷം ബാക്കി സെൻറ്ററിലും അതുപോലെ തന്നെ മുറിച്ചെടുക്കേണ്ട ഭാഗത്ത് അടുപ്പിച്ച് 2 എണ്ണം വെക്കും. പിന്നെ ബാക്കി ഡിവൈഡ് ചെയ്യും. ഒരു സൈഡ് അടിച്ചതിന് ശേഷം ഒന്ന് ട്രൈ സ്കോർ വെച്ച് മട്ട നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ശരിക്കും മട്ടൊന്നും ആവശ്യമില്ല നമുക്ക്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നൊരു വർക്ക് ഏതായാലും ആ ഒരു ലെവലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പലർക്കുള്ള ഡൗട്ടാണ് GI വേണോ GP വേണോ, GI എന്താണ് GP എന്താണെന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി GI ഉപയോഗിക്കുക. GI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഗാൽവനൈസ് ചെയ്യുക, അത് സിങ്ക് കോട്ടിങ് നമ്മളതിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിക്കാണ്
GI എന്ന് പറയുന്നത്. ഈ GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രീ ഗാൽവനൈസ്ഡ് ആണ്. അതായത് നമ്മുടെ ഷീറ്റ് തന്നെ ഗാൽവനൈസ്ഡ് ചെയ്തിട്ട് വന്നതിന് ശേഷം അത് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്കാകും. നമ്മൾ ആദ്യം റൗണ്ടാക്കി പിന്നീട് നമുക്ക് വേണ്ട സ്ക്വയർ രൂപത്തിലേക്ക് ആക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വെൽഡിങ് ജോയിൻ്റ് ഉണ്ടാവില്ലേ, അതെപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. ആ ഒരു കാരണം കൊണ്ടാണ് GP പെട്ടെന്ന് പോകുന്നതും GI കേടാവാതെ ഇരിക്കുന്നത്. ഇപ്പോൾ GI എന്ന് പറയുന്ന സാധനം കേടാവാതെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് GIയുടെ 600 GSM വരുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചുള്ളത് 360 GSMൻ്റെ ടാറ്റേൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 mm തിക്നെസ്സുള്ള പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു പെയിൻ്റൊന്നും അടിക്കാണ്ട് തന്നെ 10-15 വർഷമായി ഇത് BSNL പോസ്റ്റിൻ്റെ സിസ്റ്റം തന്നെ നിർത്തിയിട്ട് കേബിളാക്കിയിട്ട് മാറ്റിയിട്ട്, എന്നിട്ട് പോലും അതിന് മുമ്പ് ഏകദേശം ഒരു 10-40 അതിലും അധികം വർഷത്തോളമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. എന്നിട്ടും ഒരു കേടുപാട് സംഭവിച്ചില്ല. പെയിൻറ്റോ പ്രൈമറോ ഒന്നും തന്നെ അടിക്കാതിരുന്നിട്ട് പോലും. അപ്പോൾ അതാണ് GI ആക്കിയാലുള്ള ഗുണം. അപ്പോൾ GIൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ തന്നെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഈ താഴോട്ട് അടിക്കുന്ന പൈപ്പ് നമ്മൾ വെർട്ടിക്കൽ വെക്കണോ അതോ ഇത് ഹൊറിസോണ്ടലായിട്ട് വെച്ച് കൊടുക്കണോ? അപ്പോൾ ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുന്ന സ്ട്രെങ്ത്തിനും ലോഡിനും ബാധിക്കും. അതായത് ഈ ഒരു പൈപ്പ് നമ്മൾ ലെങ്ത്തിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബെൻഡായി കഴിഞ്ഞാൽ സെൻറ്റർ ബെൻഡാവും. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും ബെൻഡാക്കാനില്ല. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു ലെങ്ത്തുള്ള പൈപ്പ് എടുത്താൽ പോലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കുലച്ചലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് സ്ട്രെങ്ത്ത് കൂടിയ 2 mm ആയാലും 4 mm ആയാലും ഒരു ചെറിയൊരു കുലച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടണമെങ്കിൽ വെർട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതിനേക്കും നല്ലത്. ചെറിയ ചെറിയ ടിപ്സുകളും നമ്മൾ എല്ലാ വർക്കിലും ഉൾപ്പെടുത്തലുണ്ട്. നമ്മളെ പഴയ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മുടെ എല്ലാ ഇതിലും ടെക്കാക്ക് വർക്ക് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാത്തവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇത് ബാക്കി അടിക്കാൻ വേണ്ടി പോയി. നമ്മൾ ടോട്ടൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ട്രൈ സ്കോർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മളിപ്പം തന്നെ കട്ട് ഓഫിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. കാരണം നമ്മളിത് ടോട്ടൽ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബ്ലേഡ് ഇറക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ താഴ്ന്ന് ചെയ്യുന്നതാണെങ്കിൽ മുകളിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും രണ്ടിൻ്റെയും. അതിന് ശേഷം സൈഡിൽ അടിച്ചിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ടോപ്പ് കട്ട് ചെയ്യും. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അതിന് 2 പൈപ്പ് എടുത്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ 2 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് അങ്ങോട്ടും വലിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈക്വലായിട്ടുള്ള ലെവലിൽ തന്നെ അതിന് ബാക്കിയുള്ള പൈപ്പ് കൂടി അടിച്ചു കൊടുക്കും. അപ്പോൾ അത് 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഹൈറ്റ് കണക്കാക്കിയിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സപ്പോർട്ട് അടിക്കുന്നതിന് കമ്പിക്ക് പകരം ഇത് എന്തുകൊണ്ട് ഉപയോഗിച്ചെന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത് 5 മീറ്റർ നീളമാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഈ 5 മീറ്റർ നീളം കഴിഞ്ഞിട്ട് വരുന്ന ബാലൻസ് വരുന്ന പൈപ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പി ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് തുരുമ്പ് പിടിക്കുന്ന ഒരളവ് അതുപോലെ തന്നെ സ്ട്രെങ്ത്തൊന്നും ഒട്ടും കുറയാത്ത രീതിയിലുള്ള 2 mm തിക്നെസ്സുള്ള പൈപ്പായതുകൊണ്ടും ലെങ്ത്ത് കുറവാണ്. ഒരടിയിൽ താഴെ മാത്രമേ 11 ഇഞ്ച് മാത്രമേ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ബെൻഡാവാനുള്ള സാധ്യതയില്ല. പിന്നെ സപ്പോർട്ട് നമ്മൾ 40 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കൊടുക്കുന്നതുകൊണ്ട് തീർത്തും ബെൻഡാവില്ലെന്ന് ഷുവറാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലരും കമൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കള്ളിയിൽ ടോട്ടൽ 6ഉം അപ്പുറത്തെ ഇതിൽ 6ഉം ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ശേഷം മാത്രമേ മുകളിലുള്ളത് അടിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് പൈപ്പ് അടിക്കാൻ വേണ്ടി പോയത്. ഗ്രേറ്റിങ്സ് ഏറ്റവും കൂടുതൽ ബെൻഡാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഗ്യാപ്പ് കൂട്ടിയിട്ട് അടിക്കുന്നതാണ്. കാരണം ഒരു ടയർ ഇതിൻ്റെ മുകളിൽ വന്ന് അതിനൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി പാടില്ല. നമുക്ക് വെള്ളം താഴോട്ടേക്ക് പോകണം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ 16 ഗേജ് 18 ഗേജ് ഇട്ട് പൈപ്പ് ഇട്ടാലും ഈ ഒരു അകലം കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെൻഡാവാണ്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് അകലം കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇത് മാക്സിമം 1/2 ഇഞ്ച് മാത്രമേ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു 11 ഇഞ്ചിൽ നമ്മൾ 5 പൈപ്പ് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രേറ്റിങ്സിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് ഡാമേജ് വന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 1/8 ഫ്ലാറ്റാണ് 2 എൻഡിലായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഈ വരഞ്ഞ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ടാണ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ 2 സൈഡ് ആക്കി കഴിഞ്ഞാൽ ലെവലിൽ കിട്ടും നമ്മൾ 1/8 അപ്പുറം ഇപ്പുറം അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഫുൾ പീസാക്കിയതിന് ശേഷം 2 എൻഡിലും ഇത് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 പീസാക്കി നമ്മളിതിൻ്റെ അടപ്പ് കൂടി അടിച്ചു കൊടുക്കാൻ വേണ്ടി പോയാണ്. 1/8 ഫ്ലാറ്റ് വെച്ചിട്ട് അടപ്പ് കൂടി അടിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളെ ഗ്രേറ്റിങ്സ് റെഡിയായി ഇടാൻ വേണ്ടി പോയെന്ന് കണ്ടോ, ഒന്ന് പൊക്കറ ഇത്രേ വെയിറ്റ് ഉള്ളൂ. രണ്ടാളിങ്ങനെ കൈകാര്യം ചെയ്താൽ ഇടാൻ വേണ്ടി പറ്റും. കട്ടിങ്ങിൽ കറക്റ്റ് വീണു. അതേപോലെ തന്നെ മറ്റേത് വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയായി, നല്ല സ്ട്രെങ്ത്താണ്, ഒരു കാരണവശാലും ബെൻഡാവില്ല. നമുക്ക് ഗ്യാരണ്ടി തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഇതും കൂടി ഇട്ട് കാണിച്ചിട്ട് നമുക്ക് ഔട്ടർ കൊടുക്കാം. ഈ ജോയിൻ്റ് കണ്ടോ, നല്ല ഭംഗിയിലായില്ലേ, നല്ല ഭംഗിയായി, നല്ല സ്ട്രെങ്ത്തുമായി. സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നോക്കിയോ നിങ്ങൾ, എവിടെയും ഷെയ്ക്കോ കാര്യങ്ങളൊന്നും വരില്ല. അത്രയും സീറ്റിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ആംഗിൾ വെച്ചിട്ട് ചെയ്താൽ, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ കോർണറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേ ഷേപ്പിൽ തന്നെ കർവാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റുകൾ കറക്റ്റ് ലൈനിൽ കറക്റ്റ് ഒപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റി. കാരണം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ എടുത്തതിന് ശേഷം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വിലയേറെ കമൻറ്റും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും ഈ വീഡിയോനെ പറ്റി കാണിക്കാനുള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ വിഷയം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.